ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധുമ വ്ളോഗ്സിന്റെ ഒരു അടിപൊളി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 3-4 ദിവസം ആയതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പം ഇൻട്രോയും ഇല്ല, വൈൻഡപ്പും ഇല്ല. അപ്പൊ ഏതായാലും കല്യാണിക്കുട്ടി ഇപ്പം ഞാൻ വരാവേ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് വന്നിട്ടൊക്കെ ഇറങ്ങിപ്പോയതായിരുന്നു. അപ്പൊ ഇവള് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞിപ്പൂമ്പാറ്റനെ കൂടെ നിർത്തി അങ്ങോട്ട് എടുത്തേക്കാന്ന്. സ്വാഗതം അല്ലേ. എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സുഖമൊക്കെ ആണോ ചോദിച്ചേ? എല്ലാരും സിന്ധുമ്മയുടെ വീഡിയോ കാണണേന്ന് പറഞ്ഞേ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ഇടണം. ഒന്നും മറന്നു പോകല്ലേ. അപ്പം കൊച്ചുരുവയും കൂടെ നിർത്തിയാൽ ഇൻട്രോ എടുത്തേക്കാം. ഇന്നത്തെ ഒരു നല്ല വീഡിയോ ആയിരിക്കും കേട്ടോ. നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണ്. എന്നാ പറയുന്നത്, നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം ആരും മിസ് ചെയ്യാണ്ട് ഓടിപ്പോയി കണ്ട കേട്ടോ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണെന്നറിയാവോ? കുറേ പച്ചക്കറികളാണോ ഇന്ന് കാണിക്കുന്നതെന്ന്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു 3 ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ചുമയുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ഇതെടുത്തിട്ടുണ്ട്, എന്നാ നൂഡിൽസിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മസാലയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. എന്നിട്ട് ഞാൻ ചെറിയ പാത്രത്തിന് പാനിന് തീ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയ നെയ്യ് തന്നെ ഒരു കുറച്ച്, ഒത്തിരി ഇട്ടുണ്ട, ഒരു കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണേ. ഒന്ന് അലുത്തിതാവട്ടെ. തണുപ്പ് കാരണം കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സ്പൂണിട്ട് ഇളക്കിയാൽ ഈ പാത്രം പോവും. അതുകൊണ്ട് ഈ സ്പൂൺ ഞാൻ തൊടിയിപ്പിക്കുന്നില്ല. എന്നിട്ട് ഈ നെയ്യ് നമുക്ക് ഇവിടോട്ട് എല്ലാം എടുത്തിട്ട് ഒന്ന് ആക്കി കൊടുക്കാതെ. ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, വെജിറ്റബിൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് നെയ്യാണെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അതിനകത്തോട്ട് ആ സവോള ഇട്ട് കൊടുക്കുകയാണേ. അത് ജസ്റ്റ് ആ നെയ്ക്കകത്തിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിക്കായ ഇട്ട് ലാസ്റ്റ് മതി. ഇതൊന്നായി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി തക്കാളിക്കായ. കണ്ടോ? ഈ സമയത്ത് നമുക്കൊരു ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ. ആ പച്ചക്കറിക്ക് വേണ്ട അത്ര ഇടാവുള്ളൂ, ഓവറായി പോകരുത്. എന്നിട്ട് അവനെ ഇങ്ങനെ ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കി എടുക്കുക. വെജിറ്റബിൾ ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എപ്പോഴും നമുക്ക് പച്ചക്കറി എല്ലാം ഒന്ന് വാട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ഗുണം. നമ്മൾ കേട്ടിട്ടില്ലേ ഡോക്ടേഴ്സുമാരൊക്കെ പറയുന്നത്. അപ്പം ഒത്തിരി അങ്ങ് ഇതാവണ്ട. പിന്നെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഒന്ന് ആ പച്ചച്ചോവ മാറാൻ വേണ്ടി മാത്രം കേട്ടോ. ഇനി ഞാൻ ഈ തക്കാളിപ്പഴം കൂടെ അങ്ങോട്ട് കൊടുക്കുവാണേ. തക്കാളിപ്പഴത്തിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇതാവും, വാടും. നടുക്ക ഇതെല്ലാം അങ്ങ് മാറ്റിയിട്ടാണ് കേട്ടോ. മുട്ട ഒന്ന് ഇച്ചിരി ഇതായിക്കോട്ടെ. ഇളക്കുന്നില്ല ഞാൻ. ഒന്നൊന്ന് ആ വെള്ളമയമൊക്കെ ഒന്ന് എന്നാ പറയുന്നത്, ഒന്ന് വെള്ളയുണ്ണിയൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞ് ഇച്ചിരി കട്ടി പിടിച്ച് കഴിഞ്ഞിട്ട് ഇളക്കുന്നുള്ളൂ കേട്ടോ. മുട്ടയുടെ ഒരു എന്നാ പറയുക, നമ്മൾ ഇങ്ങനെ ഇളക്കി തോർത്തിയെടുക്കുകയല്ലേ, മുട്ടത്തോരൻ എന്ന് പറഞ്ഞ കണക്ക് ഒന്ന് ഇളക്കിയെടുക്കണം നമുക്കവനെ. ആയിട്ടില്ല ആവട്ടെ. അവിടെ തന്നെ നമുക്ക് ആ നടുക്ക് വെച്ച് തന്നെ അവന് സവോള ഒന്നും ഇട്ട് മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് ഇതാക്കാവേ. കണ്ടോ? അല്ലേ നന്നായിട്ട് തോർന്ന് വന്നതുണ്ടോ? അപ്പോൾ നന്നായിട്ട് തോർന്ന് മുട്ടയുടെ തോരൻ മുളക്. അപ്പം ഞാൻ ഇനി എല്ലാം ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യുവാണേ.
രാവിലെ തന്നെ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു നല്ല എനർജി കിട്ടും, ആരോഗ്യം കിട്ടും. പച്ചക്കറി നല്ലതല്ലേ എല്ലാ കാര്യത്തിനും. സവോളയും തക്കാളിപ്പഴവും ഒക്കെ ഓരോ പച്ചക്കറിക്കും അതിൻ്റേതായ ഗുണങ്ങൾ അടങ്ങിയതാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിവതും പച്ചക്കറി ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിള്ളേരെ നമ്മൾ പച്ചക്കറി കഴിപ്പിക്കാനായിട്ട് നോക്കുക അല്ലേ. ഒരു പരിധി വരെ അസുഖം ഒക്കെ ഇല്ലാണ്ടിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞവർ കൂടുതലും പച്ചക്കറി ഉപയോഗിക്കാൻ നോക്കുക. ഭക്ഷണക്രമം ഒത്തിരി ക്രമീകരിച്ചാൽ ഒത്തിരി നല്ലതാണ് അല്ലേ. അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ കിട്ടും. ഇനി ഈ സമയത്ത് ഞാൻ നമ്മുടെ ആ ഇതിനകത്തുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ, ഇതിനകത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നമ്മൾ പൊടിച്ച ഗരം മസാലയോ ലേശം മുളക് പൊടിയോ ഒക്കെ ചേർക്കാം, ഒരു സ്പൈസിക്ക് വേണമെങ്കിൽ. പക്ഷെ ഞാനിപ്പോൾ ഈ മസാലപ്പൊടി തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ ഇതിൻ്റെ കൂടെയുള്ള മസാലപ്പൊടിയെ, നൂഡിൽസിൻ്റെ കൂടെയുള്ള മസാലപ്പൊടി ഇട്ട് കൊടുത്തു. നൂഡിൽസ് ഞാൻ വേവിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ച് സെറ്റാക്കി റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അവനെയും കൂടെ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ ഞാൻ ആ നൂഡിൽസും കൂടെ അങ്ങോട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഞാൻ ആ നൂഡിൽസും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിനെ എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ടിഫിനാണെങ്കിലും വേണം ഇങ്ങനെ കൊടുത്തു വിടാം. പിന്നെ പിള്ളേർക്ക് രാവിലെ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണേൽ ഉണ്ടാക്കി കൊടുക്കാം. ദോശ ഇഡ്ഡലി ഇപ്പോൾ എല്ലാവർക്കും മടിയല്ലേ. അപ്പം എൻ്റെ നൂഡിൽസ് ഇവിടെ സെറ്റായി. ഞാൻ തീ ഓഫാക്കാൻ പോവാണേ. അപ്പം തന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. എനിക്കിങ്ങനെ എന്നാ പറയുന്നത്, ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴല്ലോ ചെറുതായിട്ട് പൊടിച്ചിടും. എനിക്ക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒഴി കിടക്കുന്ന ഇഷ്ടമില്ല. ഞാൻ പിന്നെ ഇന്ന് വീഡിയോയ്ക്ക് ആയതുകൊണ്ട് മാത്രം അങ്ങനെ ഇട്ടതാണ്, അല്ല ഞാൻ ഓടിച്ചിടും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക, കഴിച്ചൊക്കെ നോക്കുക, എന്നിട്ട് പറയട്ടെ. എല്ലാവരും ചിലരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ, നൂഡിൽസ് എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതല്ലേ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ പറയാം കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ, തണുത്ത് പോയി കഴിഞ്ഞാൽ ഇത് കൊള്ളത്തില്ല. അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് വരാവേ. എൻ്റെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്താണെന്നറിയോ, ചക്ക ഉലർത്തിയതും ഉണക്കമീൻ സ്രാഗാണ് കേട്ടോ. ചേട്ടാ എന്നോട് പറഞ്ഞു, എടി അത് രാവിലെ തന്നെ വെള്ളത്തിൽ ഇടണേ, എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റലമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് അരച്ച് പുരട്ടി ഫ്രിഡ്ജിനകത്ത് കുറച്ച് സമയം വെക്കണേ, എന്നിട്ട് വറക്കണേന്ന്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവനെ കൂട്ടാൻ. അപ്പം ചക്കയും ഇതുമാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച്. എൻ്റെ ഫുഡെല്ലാം വെറൈറ്റി ആയിരുന്നു കേട്ടോ. രാവിലെ നൂഡിൽസ്, കുറേ വെജിറ്റബിൾസും ഒക്കെ അരിഞ്ഞിട്ട് ഒരു മുട്ടയും കൂടി ഇട്ട്, നിങ്ങൾ കണ്ടില്ലേ. ഉച്ചയ്ക്ക് ചക്ക ഉലർത്തിയത്, തൃശ്ശൂരുകാർ ഉലർത്തുന്ന പോലെ ചക്ക ഉലർത്തി. അതിൻ്റെ കൂട്ടത്തിൽ 2 കുഞ്ഞു ഉണക്കമീൻ കഷ്ണം വറുത്തു കൂട്ടി. വൈകിട്ടായപ്പോൾ രാത്രിയിലത്തെ എൻ്റെ ഫുഡ് എന്നാണെന്നറിയോ, അതിനിടയ്ക്ക് കുറേ പ്രാവശ്യം വെള്ളം കുടിച്ചു, കുറേ പ്രാവശ്യം കേട്ടോ. അതിപ്പോൾ ചുമയായതുകൊണ്ട് ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. ഈ ചുമയായതുകൊണ്ട് പഴമൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പഴം എപ്പോഴും മേടിച്ച് വെച്ച് കഴിക്കുന്ന. ഇന്ന് പഴമൊന്നും ഞാൻ കഴിച്ചില്ല. പിന്നെ ഇടയ്ക്ക് 2-3 പിസ്ത കഴിച്ചു, 2-3 ബദാം കഴിച്ചു. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പം 1-2 ഈന്തപ്പഴം കഴിച്ചു, 1 ഗ്ലാസ് ചായ കുടിച്ചു, മധുരമില്ലാത്ത 1 ഗ്ലാസ് ചായ. പിന്നെ ഇപ്പോഴത്തെ നൈറ്റ് ഫുഡാണ് ഇത് കേട്ടോ. ഇതെന്താണെന്നറിയോ, ചീരത്തോരൻ. അപ്പോൾ ഇന്നത്തെ ഞാൻ ചേട്ടാ അതിന് 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും തന്നെ കഴിച്ച് കഴിയും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും നമ്മൾ പതിയെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കട്ടെ. ഞാൻ പോക്കോ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊതിച്ചോളം. അപ്പോൾ ഞാൻ ഇത് വെച്ച് ചുമ്മാ ചേട്ടാ ഇവിടെ കിടക്കുവാണേ, വരുമ്പോഴത്തേനും ചുമ്മാ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത് വേണമായിരുന്നു ബട്ടർ എൻ്റെ കയ്യിലില്ല. ചുമയായതുകൊണ്ട് ബട്ടറും നെയ്യ് ഒഴിക്കുന്നില്ല. അല്ലാണ്ട് ചുമ്മാ നമുക്കൊന്നും ഉണ്ടാക്കാം. മസാല ഒക്കെ ഇട്ട് എന്നാ പറയുന്നത്, ഇച്ചിരി കുരുമുളക് പൊടിയും ഞാൻ കാണിക്കാം. അപ്പം ഞാൻ പോപ്കോൺ ഇവിടെ സെറ്റാക്കി കേട്ടോ. ഒരു ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇവനെ ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് തിളച്ച വെള്ളത്തിയിട്ട് കോരിയെടുത്തു പോപ്കോൺ. അത് കഴിഞ്ഞിട്ട്
ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇച്ചിരി മുളക് പൊടി ഇട്ടു, ലേശം കുരുമുളക് പൊടി ഇട്ട് ഉപ്പ് പൊടി ഇട്ടു, മിക്സ് ചെയ്ത്. നല്ല സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ നമുക്കിതിനകത്ത് സവോളയും തക്കാളിക്കൊക്കെ ഇടാം. പിന്നെ ഇപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചേട്ടായിട്ട് ചോറ് തന്നെയല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചുണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ അതൊക്കെ കൂടെ ചേർക്കുമ്പോഴത്തേനും അളവ് കൂടുതലാവും. അപ്പം നല്ല ടേസ്റ്റാണ്. ഞാൻ കൊണ്ടുപോയി കൊടുത്ത് നോക്കാവേ. അപ്പം നല്ല അടിപൊളി സംഭവം കൊണ്ട് വെച്ചിട്ടുണ്ട്, ചായയും കൊണ്ട് വെച്ചിട്ടുണ്ട്. ചേട്ടനെ വിളിച്ചിപ്പോൾ വരുവേ. വീഡിയോ എടുക്കുന്നതിന് മുമ്പേ തന്നെ തട്ടുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇതൊക്കെ കോയമ്പത്തൂർ പോയി പഠിച്ചിട്ട് വന്നിരിക്കുന്ന കേട്ടോ. കോയമ്പത്തൂർ ചെന്നപ്പോൾ അവൾ ബട്ടറൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലും നല്ലതല്ലേ, ഒരു വിഷമല്ലല്ലോ, നല്ല ഗുണമുള്ള സാധനമല്ലേ. അടിപൊളി, നല്ല അല്ലേ. എന്നാ തിന്നു. ടോട്ടുവേ ടോട്ടുവേ. അയ്യോ എന്നോ എൻ്റെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു പോസ്റ്റ് ചെയ്യുന്നില്ലേ? അപ്പുറത്ത് പോയിരിക്കുവാണോ? ബാ ബാ. അയ്യോ അയ്യോ കൂട്ടിക്കറി വിളിച്ചിരിച്ചാൽ പോകണോ? എന്നാ പോടാ പോടാ. ഞാൻ എൻ്റെ കോഴിമക്കളുടെ അടുത്ത് പോട്ടടാ, ഇങ്ങോട്ട് കൂട്ടില്ല. ഹായ്, എന്നാ ഉണ്ട് വിശേഷം? സുഖമാണോ? ഇന്നേ ചേട്ടാ എന്നെ 2 കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് കേട്ടോ. എന്നൊക്കെയാണ് കേട്ടോ കോഴിത്തീറ്റ. അപ്പോൾ കോഴിക്ക് തീറ്റ ഇട്ട് കൊടുത്തേക്കണം സിന്ധു. രാവിലെ ഞാൻ കൊടുക്കുന്നത് തികയുന്നില്ല, നീ ഉച്ച കഴിയുമ്പോൾ ഒരു പാത്രം ഇട്ട് കൊടുത്തേക്കണം. ഞാൻ രാവിലെ 2 പാത്രം ഇട്ട് കൊടുത്താന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കട്ടെ. സത്യം പറഞ്ഞാൽ ഈ കോഴിത്തീറ്റ മേടിച്ച് കൊടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കോഴിയെ മേടിച്ചിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇത് തീറ്റ എത്ര രൂപയാകുമെന്നറിയോ? എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലൊരു മിണ്ടാപ്രാണി ഉള്ളത് നല്ലതല്ലേ അല്ലേ. നോക്കുന്നുണ്ടോ? തരാം, ഇപ്പം തരാം. രാവിലെ കണ്ടു അത് നിങ്ങൾക്ക് വിശപ്പ് പോകത്തില്ല, ഉച്ചയാകുമ്പോഴത്തേനും കഴിയും. അത് നിങ്ങൾ കുറച്ചുകൂടെ വളർന്നില്ലേ. കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാം വെറുതെ ഇങ്ങനെ ഇതാക്കി കളയും, തെറിപ്പിച്ച് മൊത്തം കളയും. അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇവിടെ ഇച്ചിരി പുല്ലും കൂടെ പറിച്ചു കൊടുക്കട്ടെ കേട്ടോ. അഴിച്ചു വിടുന്നില്ലോ. അഴിച്ചു വിടുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പുല്ലൊക്കെ കൊത്തി തിന്നുന്നതാണ് കേട്ടോ. ഇഷ്ടമാണ് പുല്ലൊക്കെ കൊത്തി തിന്നേ. ശ്രീകുട്ടനോട് പറഞ്ഞാൽ ഇടയ്ക്ക് ഇച്ചിരി പുല്ലൊക്കെ പറിച്ചു കൊടുക്കണേ. അപ്പം ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കൊടുക്കും കേട്ടോ. അപ്പം ഇച്ചിരി പുല്ലും കൂടെ പറിച്ച് അങ്ങോട്ട് കൊടുക്കുക. പുല്ലിന് പിന്നെ ഒരു ക്ഷാമവും ഇല്ല ഇവിടെ. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, ഒരു കുറച്ച് മതി. അപ്പോൾ ഇവനെ കൂടെ കൊണ്ടിട്ട് കൊടുക്കട്ടെ. പുല്ലുണ്ടോ കുറച്ച്? അല്ല എന്നോട് പറയും നീ ഇട്ട് കൊടുത്തിട്ടില്ലെന്ന് പറയും. ഞാൻ പറയണ്ട നീ ചെയ്തിട്ടില്ലെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തെളിവ് ചെയ്ത് കൊടുത്ത് നോക്കുന്നത് കണ്ടോ. പുല്ല് കൊണ്ട് വെച്ച് കൊടുത്തപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുല്ല് കുത്തി തിന്നാൻ. കണ്ടോ പുല്ലിൻ്റെ വേര് വരെ കൂടെ കുത്തി തിന്നുന്നതേ കണ്ടോ. ശ്രീകുട്ടനൊക്കെ വാഴപ്പുണ്ടി വരെ വെട്ടിയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് കുറേ ഏറെ ഉണ്ടല്ലോ. കണ്ടോ പുല്ല് ഭയങ്കര ഇഷ്ടമാണ്. അതെ തീറ്റിയിട്ട് കൊടുത്തത് തിന്നുന്നില്ല, പുല്ല് തിന്നുന്നുണ്ട് കണ്ടോ. തിന്നോ കേട്ടോ. ഒരു പൂച്ച കുറേ ദിവസങ്ങളായി ഇവിടെ. ഞാൻ മീൻ വെട്ടി ഇപ്പം അങ്ങോട്ട് വിട്ടു കേട്ടോ. അതാ വന്നിരുന്നത് തിന്നുന്നേ. അതെ അവളുടെ കിട്ടിയവൻ മണ്ടയിലും ഇരിപ്പുണ്ട് കൊണ്ടായിരിക്കുന്നേ കാണാവോ? അവിടെ ഇരിപ്പുണ്ട്. അയ്യോ ദിവസം കൂടി കല്യാണിക്കൂട്ടി കയറി വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയെന്ന് പറ അല്ലേ. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. ഇന്ന് കാശില്ലാത്തതുകൊണ്ട് പോകാത്ത കൊച്ചു കേട്ടോ അല്ലേ. രാവിലെ ഇപ്പം ഞാൻ ഉപ്പാറ വരെ പോയതാ കേട്ടോ. അപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു സിന്ധുമ്മ എനിക്ക് എന്നേലും പണി തരാൻ, ഒന്നെങ്കിൽ തൂക്കാൻ താ, മിറ്റ പരയൊക്കെ തൂക്കാൻ താ, അല്ലെ തുണി അലക്കാൻ താ, എല്ലാ പണിയും ചെയ്തു തരാമെന്ന് പറഞ്ഞേ അല്ലേ. സിന്ധുമ്മയ്ക്ക് പണി ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ? എന്നാ പണി ചെയ്തു തരുന്നേ? മിറ്റം തൂത്ത് തരാമോ? ചൂല് തന്നാ അവിടെ തൂക്കുമായിരുന്നു ഇത്ര നേരം ആണോ? എൻ്റെ മോനെ കൊച്ചിനെ കൊണ്ടാണോ തത്തമ്മ തൂപ്പിച്ചേ? അനുസരിച്ച് ചേച്ചിനെ കണ്ടായിരുന്നു സിറ്റി വെച്ച്. പനിയായിട്ട് അനുസരിച്ച് ചേച്ചി ഒന്ന് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് പോന്നു. അനുസരിച്ച് ചേച്ചി കണ്ടു. അയ്യോ കണ്ടു. അതാ വീട്ടിൽ വരാത്ത. അയ്യോ കഷ്ടം. ആണോ? ആൻഡ്രിയയുടെ അവിടെ പോയി ട്യൂഷൻ പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ പോകുന്നതാണോ ആൻഡ്രിയയുടെ വീട്ടിലോട്ട്? എല്ലാ ദിവസവും കയറി പോകുന്നുണ്ടല്ലോ. ആണോ? കളിക്കാനാണോ? ഞാൻ ഓർത്ത് കൊച്ചു പഠിക്കാൻ പോകുന്നതെന്ന്. പുതിയ സ്കൂളിൽ ഒക്കെ സൂപ്പറാണോ? ടീച്ചർ നല്ലതാണോ? സുന്ദരിയാണോ ടീച്ചർ? ആണോ? ബുക്കൊന്നും കൊണ്ടുപോകുന്നില്ലേ? ഇല്ലേ? അത് ശരി. ദൈവമേ മതി. ശരി, നമ്മുടെ കിങ്ങിണീനെ വന്നിട്ട് കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ അല്ലേ. നമുക്ക് കാണാനും തോന്നുന്നു. കിങ്ങിണിയുടെ കൂടെ കോളേജിട്ടും ഒത്തിരി ദിവസമായി.
ആ ചിലപ്പോൾ ഇനി വരുമായിരിക്കും. വരുമ്പോൾ നീ കളിക്കുന്നുണ്ടോ കിങ്ങിണിയുടെ കൂടെ? ആണോ? ശരി. ആണോ? ആ തണുത്തോളം ഒന്നും കുടിക്കരുത്. തണുത്തോളം ഒന്നും കുടിക്കരുത്. ഇപ്പം മഴക്കാലം അല്ലേ, അന്നേരം പനിയൊക്കെ വരും കേട്ടോ. നമ്മൾ ആരെയും ഇപ്പം വിളിച്ചേ? കിങ്ങിണീനെ വിളിച്ചു കേട്ടോ. കിങ്ങിണീനെ ഒന്ന് കാണണം സിന്ധുമ്മ, എത്ര ദിവസമായി ഒന്ന് വിളിച്ചേന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് നിന്ന് വിളിച്ചു കേട്ടോ. കിങ്ങിണീനെ ഭയങ്കര ഇഷ്ടമാണ്, ആങ്ങളയ്ക്കും പെങ്ങൾക്കും. അവക്കും അതെ, കിങ്ങിണിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കിങ്ങിണി എന്നെ എടുക്കാൻ പോവായിരുന്നു മോനെ. അവൾ അപ്പിയിടാൻ പോകുമ്പോഴേ ഞങ്ങൾ കോള് വിളിച്ചത് കേട്ടോ. അതുകൊണ്ട് അവൾ അപ്പിയിടാനായിട്ട് ഓടിപ്പോയി അല്ലേ? അയ്യോ, അതാ ഇനി അവൾ അപ്പി ഇട്ടിട്ട് വരട്ടല്ലേ. എന്നെ ദൈവമേ. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവള് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻട്രോയും കൂടി എടുത്തേ. ഇൻട്രോ ഇല്ലായിരുന്നു, എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ഇൻട്രോ ഇല്ല. എന്നിട്ട് ഞാനിങ്ങനെ എല്ലാം കൂടി എടുത്ത് ഇവൾ എൻ്റെ സൈഡിൽ വന്ന് ഈ കസര പുറകെ വന്ന് നിന്നുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ നൂഡിൽസിൻ്റെ ആ വീഡിയോ കണ്ടേ. ഉടനെ ചട്ടമ്പി എന്താ പറഞ്ഞത്? എന്നാ പറഞ്ഞു കൊച്ചേ? സിന്ധമ്മ എനിക്ക് എനിക്ക് തന്നില്ല അല്ലേ? നൂഡിൽസ് ഉണ്ടാക്കി തന്നെ തിന്നിട്ടിരിക്കുന്നല്ലേ. അന്നാ ഇനി ഞാൻ ഒരു പണിയും ചെയ്തു തരത്തിരുത്. 3-4 ദിവസം മുമ്പ് എടുത്ത് അടി കൊച്ചേ. ഇനി ഉണ്ടാക്കുമ്പോൾ നൂഡിൽസ് തരാം കേട്ടോ. മതിയോ? എന്നാ സുനിപ്പപ്പായോട് ഒരു നൂഡിൽസ് മേടിച്ചോണ്ട് വരാൻ പറയാം. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ഉണ്ടാക്കി തിന്നാം. നീ നൂഡിൽസ് കൊതിച്ചാണോ? ആണോ? മൊത്തം തീർന്നു എന്നാൾ മേടിച്ചിട്ട്. ഇത് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്ത് അടുപ്പത്തിനോടല്ല പെട്ടെന്ന് മൻഡൂത്തിന് നേരം വെച്ച് പറയാം. ആഹാ, തന്നെ ഉണ്ടാക്കി നൂഡിൽസ് തിന്നോ? ആ പറച്ചിലും കണ്ണു നോക്കുന്നു കാണായിരുന്നു. മത്തങ്ങ മാതിരി ആയിരുന്നു കണ്ണൊക്കെ. എൻ്റെ പൊന്നേ മതി. വില്ലത്തി ചട്ടമ്പിയാ ഉള്ളു കേട്ടോ. വില്ലത്തി അല്ലേ? നീ വില്ലത്തിയാണോ? അപ്പം ഇനി അടുത്ത ദിവസം ഒരു ദിവസം ഉണ്ടാക്കാം നമുക്ക് കേട്ടോ. ഇനി ഉണ്ടാക്കുമ്പോൾ തരാവേ. ഇന്ന് സിന്ധുമ്മ എന്നാ തന്നെ? എന്തെങ്കിലും തന്നായിരുന്നോ? എന്നാ തന്നേ? പഴം. പഴോ? പിന്നെ ഒരു സാധനം കൂടെ തന്നായിരുന്നല്ലോ. അതിനാ? ബ്രെഡല്ല, ബണ്ണ്. സിന്ധുമ്മയുടെ ആഹാരം ഇപ്പോൾ അതാ, ബണ്ണും പഴവും. പറഞ്ഞുകൊണ്ട് പോകുന്നു, അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എന്നാന്ന് അറിയത്തില്ല, പാട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്നാ പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട്, ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ദൈവം കാത്തു വരുക. ഒരു നേരം ഭക്ഷണം കഴിക്കാനായിട്ടില്ലാതെ എത്രയോ ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിലല്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും എത്ര ഇതായിട്ടാണ് നമുക്ക് അന്നം തരുന്നത് ദൈവം അല്ലേ. അപ്പോൾ എന്തൊരു സാധനമാണെങ്കിലും അത് നമ്മൾ ആക്കി കഴിച്ച് ആഹാര സാധനങ്ങൾ നശിപ്പിച്ച് കളയാണ്ട് ഒക്കെ ഇതാക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെയാണ്, ഞാനങ്ങനെ ഇങ്ങനെയൊന്നും ആഹാര സാധനം ഒന്നും കളയത്തില്ല, വേണ്ടെങ്കിൽ ഉണ്ടാക്കത്തില്ല, അത്ര നല്ല കാര്യം. അഥവാ ഇനി ഉണ്ടാക്കി ഇച്ചിരി കൂടുതലാണെങ്കിൽ അത് ആർക്കെങ്കിലും കഴിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുകയും ചെയ്യും. കാരണം തീറ്റയുടെ വില നമുക്ക് അത്രയ്ക്കും വില നമുക്ക് ഉള്ളൊരു സാധനമാണ് അല്ലേ തീറ്റ. അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ അങ്ങനെ കളയാറൊന്നുമില്ല. അപ്പോൾ ഇന്നിനിയിപ്പം വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാക്കുകയും കാര്യങ്ങളും ഒന്നും വേണ്ട, എല്ലാം ഓക്കെ ആയി. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്നിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.